CPM വിട്ട മനു തോമസ് യൂത്ത് കോൺഗ്രസിലേക്ക് വന്നാൽ എല്ലാവിധ സംരക്ഷണവും നൽകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ആരും കൊല്ലപ്പെടരുതെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ണൂരിൽ CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്വയം പരിച നീട്ടി പാർട്ടി ജില്ലാ നേതൃത്വവും. പഴിയെല്ലാം മാധ്യമങ്ങൾക്കാണ്. ചില മാധ്യമങ്ങൾ തുടർച്ചയായി CPMനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതവും അപലപനീയവുമാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. കൊട്ടേഷൻകാരെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല CPM. എന്നിട്ടും കൊട്ടേഷൻകാരുടെ പാർട്ടിയാണ് CPM എന്നും അവരെ സഹായിക്കുന്നവരാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ M. ഷാജറും എന്നുമുള്ള വ്യാജ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ പ്രചരണങ്ങളിൽ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും കുടുങ്ങിപ്പോകരുതെന്നും ജാഗ്രത പാലിക്കുകയും വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ തുടർന്ന് CPMൽ ഒഴിവായ മനു തോമസ് CPM നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേല അപലപനീയമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയണം. സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിയുടെ സ്വരത്തിൽ കൊട്ടേഷൻകാരായ ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധാർഹവും സമൂഹം അംഗീകരിക്കാത്തതുമാണ്. നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതികരണങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രചരിപ്പിക്കുന്നതും ന്യായീകരിക്കാത്തതല്ല. നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളെ അണിനിരത്തി അനീതിക്കും അഴിമതിക്കും കൊള്ളരുതായ്മകൾക്കുമെതിരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. വർഗീയതയ്ക്കും കോർപ്പറേറ്റ് നയങ്ങൾക്കുമെതിരെയും സന്ധിയില്ലാ സമരവും നടത്തുന്ന ഇന്ത്യയിലെ ജനകീയ പാർട്ടിയാണിത്. ഇത്തരമൊരു പാർട്ടിയുടെ ജനകീയ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചില മാധ്യമങ്ങളും നടത്തുന്നത്. അത് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണമെന്നും സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടു. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ P. ജയരാജനെതിരെ ചില അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചതായാണ് വിവരം. ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ച് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് P. ജയരാജനാണെന്നും അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശ്നം കൂടുതൽ വഷളായെന്നും വിമർശനമുണ്ടായി. ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി അടക്കമുള്ള കൊട്ടേഷൻ സംഘങ്ങൾ വീണ്ടും പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ഇടയാക്കിയത് P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. ജില്ലാ പ്രസിഡന്റിന് ജില്ലാ സെക്രട്ടറി കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടിയായി മാറിയാൽ എങ്ങനെയാണ് യുവജനങ്ങൾ അതിനകത്ത് വിശ്വസിച്ച് നിൽക്കുക? ഒന്നിച്ചു കിടന്നുറങ്ങിയവർക്കാണല്ലോ രാപ്പനിയുടെ ചൂട് നന്നായിട്ട് അറിയുന്നത്. മനു തോമസിനെ പ്രകോപിച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതിലും അപകടകരമായിരിക്കും. മനു തോമസ് മിണ്ടാതിരിക്കേണ്ടത് P. ജയരാജന്റെ ആവശ്യമായതിനാലാണ് P. ജയരാജൻ മിണ്ടാതിരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.